ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ അവസാനത്തെ മോഡ്യൂളിലേക്ക് കിടക്കുകയാണ്, 5ാമത്തെ മോഡ്യൂളിലേക്ക് കിടക്കുകയാണ്, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. ശരിക്കും പറഞ്ഞാൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മോഡ്യൂൾ എന്ന് പറയാം. അപ്പോൾ മെയിനായിട്ട് QT വരുന്ന പ്രധാനപ്പെട്ട മോഡ്യൂൾ എന്ന് പറയുന്നത് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഏറ്റവും എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു മോഡ്യൂളാണ്. അതുപോലെ തന്നെ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനും നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു എസ്സേ ചിലപ്പോൾ വരാം, അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്കും അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ് ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെയും ബേസിക്സ് മാത്രമാണ് നമ്മൾ BCom സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കൂടുതൽ അതിന് വൈഡായിട്ട് കുറച്ചുകൂടി ഡെപ്തിലേക്ക് കുറച്ചുകൂടി കൂടുതൽ ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്നത് PG ലെവലിൽ, MCom ലെവലിൽ, MBA ലെവലിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും ഒരു ബേസിക് അവയർനെസ്, ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ശരിക്കും നമുക്ക് PG കോഴ്സിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 75% നമുക്ക് വീണ്ടും MCom MBA ലെവലിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ബാക്കിയൊരു 25% ഇതിൻ്റെ ഓരോ ടെസ്റ്റിനും കുറച്ചുകൂടി ഡെപ്തായിട്ട് ഇത് വരുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ്? നമ്മൾ ആദ്യം ഈ QTയുടെ നമ്മൾ ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മേക്കിംഗ് കൺക്ലൂഷൻസ്, അതായത് നിഗമനങ്ങളിൽ എത്തിച്ചേരുക. അപ്പോൾ ഒന്നുകിൽ ഒരു യൂണിവേഴ്സിനെ മൊത്തമായിട്ട് സ്റ്റഡി ചെയ്ത് നമുക്ക് ആ യൂണിവേഴ്സിൻ്റെ ഫീച്ചേഴ്സിനെ സംബന്ധിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ യൂണിവേഴ്സിലെ സാമ്പിളിനെ സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് യൂണിവേഴ്സിൻ്റെ നമുക്ക് കൺക്ലൂഷനിലെത്താം. എന്തായാലും കൺക്ലൂഷനിലെത്തുന്നത് യൂണിവേഴ്സിൻ്റെ മൊത്തത്തിലുള്ള ഫീച്ചേഴ്സിനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. ഒന്നുകിൽ യൂണിവേഴ്സിനെ മൊത്തം സ്റ്റഡി ചെയ്ത് അല്ലെങ്കിൽ സാമ്പിളിനെ സ്റ്റഡി ചെയ്ത് കൺക്ലൂഷനിലെത്തും. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിന് മെയിനായിട്ടുള്ള 2 ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസും റിഗ്രഷൻ അനാലിസിസ്. അപ്പോൾ റിഗ്രഷൻ നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിലെ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസിൽ അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിൻ്റെ അടുത്ത അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു മെയിൻ പാർട്ട് എന്നതാണെങ്കിൽ നമുക്ക് ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിനെ പറയാം. ഈസ് വൺ ഓഫ് ദ മെയിൻ പാർട്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അസംഷൻസ്. നമ്മുടെ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ മീനിങ് അസംഷൻ എന്നാണ്. അതായത് സാധാരണ മാനുഫാക്ചറിങ് ഓർഗനൈസേഷനിലെല്ലാം അവിടെ മാനുഫാക്ചറർ എന്തെങ്കിലും അവരുടെ ക്ലെയിംസ് അല്ലെങ്കിൽ അവരുടെ അസംഷൻസ്, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ്, നമ്പർ ഓഫ് ഡാമേജ്, ഇതൊക്കെ അവർ ഒരു സ്പെസിഫൈ ചെയ്ത് സാമ്പിൾ സെലക്ട് ചെയ്ത് അവർ അതിനെ സ്റ്റഡി ചെയ്തിട്ട് പറയുകയാണ് മൊത്തം അവർ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം ഐറ്റംസിൽ ഇത്ര ശതമാനം, ഇത്ര എണ്ണം, ഇത്ര പാക്ക് ഡിഫക്റ്റീവ്സ് ഉണ്ട്, ഡാമേജ് ഉണ്ട്. അപ്പോൾ മാനുഫാക്ചർ ഉണ്ട്. അതുപോലെ അതിൻ്റെ ടയറൊക്കെയാണ്, ടയർ മാനുഫാക്ചറിങ് ഒക്കെ ആണെങ്കിൽ ടയറിൻ്റെ എസ്റ്റിമേറ്റഡ് ലൈഫ്, അതായത് ടയറിൻ്റെ ഒരു നിശ്ചിത എണ്ണം സാമ്പിൾ ടയർ പരിശോധിച്ച് അവരതിൻ്റെ കിലോമീറ്റേഴ്സ് എത്ര ദൂരം ഓടാനുള്ള അതിൻ്റെ ലൈഫ് ഉണ്ട് എന്നുള്ളത് അതിനെ അവർ എസ്റ്റിമേറ്റ് ചെയ്ത് അവർ പറയുകയാണ് ഞങ്ങളുടെ ഉൽപ്പാദിപ്പിക്കുന്ന ടയറുകൾക്ക് ഇത്ര ലൈഫ് ഉണ്ട്, ആവറേജ് കിലോമീറ്റർ ഇത്ര ലൈഫ് ഉണ്ട്. ഇപ്പോൾ ബൾബൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ബൾബ് ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെയുള്ള അതുപോലെ ഇലക്ട്രിക് ലൈറ്റ്സ്, ട്യൂബ്സ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റെ ലൈഫ് അവർ ഇത്ര വർഷം അല്ലെങ്കിൽ ഇത്ര ഡ്യൂറേഷൻ നമുക്കത് ഇത്ര അവേഴ്സ് വരെ അത് യൂസ് ചെയ്യാം, ഇത്ര അവേഴ്സ് വരെ അതിന് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് അവർ പറയുന്നത് അവിടെ സാമ്പിളിനെ സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ്. അതേ അപ്പോൾ ഓരോ കേസിലും നമ്മൾ ഏതെങ്കിലും അല്ലെങ്കിൽ അസംഷൻസ് അല്ലെങ്കിൽ മാനുഫാക്ചറർ, ട്രേഡർ അവർ അസംഷൻസ്, ക്ലെയിംസ് അവർ പറയുന്നത് സാമ്പിളിനെ സ്റ്റഡി ചെയ്തിട്ടാണ് അവർ മൊത്തം അവരുടെ ഫീച്ചേഴ്സ് യൂണിവേഴ്സിനെ സംബന്ധിച്ച് അവർ കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അസംഷൻസ് നമ്മൾ അവർ പറയുന്ന ക്ലെയിംസ്, ആർഗ്യുമെൻറ്റ്, അവരുടെ ക്ലെയിംസ് അത് വാലിഡ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യലാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അസംഷൻസ് എന്ന് പറയാൻ കാരണം. അപ്പോൾ അതിൽ കുറച്ച് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യാണ്, ടെസ്റ്റുകൾ യൂസ് ചെയ്യാണ്. പാരാമെട്രിക് ടെസ്റ്റ് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയും. അതായത് പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്, പാരാമെട്രിക് എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലെ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോഴാണ് പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ അളവുകോലിനെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വാരിയൻസ്, ആവറേജ് ആണ് മീൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വാരിയൻസ് ഒക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രധാനപ്പെട്ട അളവുകോൽ അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബ്ലത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ പാരാമീറ്റേഴ്സ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ട്, സാമ്പിളിൻ്റെയും അതുപോലെ മൊത്തം യൂണിവേഴ്സിൻ്റെ, അതായത് നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്ന യൂണിവേഴ്സിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആ പോപ്പുലേഷൻ്റെ മീൻ അല്ലെങ്കിൽ ആവറേജ്, പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സാമ്പിളിൻ്റെ മീൻ അല്ലെങ്കിൽ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തെല്ലാം തന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പാരാമീറ്റേഴ്സാണ്. ആ പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്ത് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അത്തരം ടെസ്റ്റുകളെയാണ് പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ആ പാരാമെട്രിക് ടെസ്റ്റിൽ വരുന്നതാണ് സെറ്റ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ് ഒക്കെ വരുന്നത് പാരാമെട്രിക് ടെസ്റ്റാണ്. അപ്പോൾ സെറ്റ് ടെസ്റ്റിലും ടി ടെസ്റ്റിലും എഫ് ടെസ്റ്റിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സിലെ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അഥവാ പോപ്പുലേഷൻ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതുപോലെ സാമ്പിളിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ നോൺ പാരാമെട്രിക് ടെസ്റ്റ്, അപ്പോൾ ആ പേരിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ പാരാമീറ്റേഴ്സ് അവിടെ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ നോൺ പാരാമെട്രിക്, അപ്പോൾ ചില അസംഷൻസ്, അതായത് ചില നമ്മൾ എക്സ്പെരിമെൻ്റ് എടുത്ത് ചില അതിൻ്റെ സാമ്പിളിനെ സ്റ്റഡി ചെയ്യുമ്പോൾ അതിൻ്റെ അസംഷൻസ് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പാരാമീറ്റേഴ്സ് ഒന്നും അവർ ബേസ് ചെയ്തിട്ടല്ല അസംഷൻസ് ക്ലെയിംസിൽ പറയണമെങ്കിൽ അതാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. നോൺ പാരാമെട്രിക് ടെസ്റ്റായിട്ട് സാധാരണ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് chi-square ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും അതിൽ വരുന്നുണ്ട്, ബിക്കോസ് ലെവൽ chi-square ടെസ്റ്റ് മാത്രമേ പ്രതിപാദിക്കുന്നുള്ളൂ. അതിൽ വീണ്ടും സൈൻ ടെസ്റ്റ്, റാങ്ക് ടെസ്റ്റ്, അതുപോലെ അങ്ങനെ ഇതുപോലെ ഈ നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ തന്നെ നമുക്ക് PG ലെവലിൽ കുറച്ചുകൂടി കൂടുതൽ എണ്ണം നോൺ പാരാമെട്രിക് ടെസ്റ്റുകളെ പ്രതിപാദിക്കുന്നുണ്ട്. റാങ്ക് ടെസ്റ്റ്, സൈൻ റാങ്ക് ടെസ്റ്റ്, അതുപോലെ തന്നെ റാങ്ക് നമ്മൾ പ്രത്യേകം റാങ്ക് കൊടുത്ത് ചെയ്യുന്ന അതിൻ്റെ വേരിയബിൾസിനെ അല്ലെങ്കിൽ അതിൻ്റെ എക്സിന് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ അതിൻ്റെ പാരാമീറ്റേഴ്സ് ഉപയോഗിക്കാതെ തന്നെ അതിൻ്റെ റാങ്ക് അസൈൻ ചെയ്തിട്ട് റാങ്ക് അസ്യൂം ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ നോൺ പാരാമെട്രിക് ടെസ്റ്റുകളിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നില്ല, സ്റ്റാറ്റിസ്റ്റിക്സിലെ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല, അഥവാ മീനോ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ വേരിയൻസ് ഒന്നും അവിടെ ക്രൈറ്റീരിയ അല്ല എന്നുള്ളതാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് പറയുന്നത്. ഇറ്റ് ഈസ് മെയിൻലി യൂസ് ടു ടെസ്റ്റ് ദ വാലിഡിറ്റി ഓഫ് ക്ലെയിം ഓർ അസംഷൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ അവിടെ അവരുടെ ആർഗ്യുമെൻറ്റോ ക്ലെയിംസോ നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്, ചെക്ക് ചെയ്യാണ്, അത് അവരുടെ ക്ലെയിംസ് അല്ലെങ്കിൽ അവരുടെ അസംഷൻസ് വാലിഡ് ആണോ എന്നുവെച്ചാൽ, വാലിഡ് ആണോ എന്ന് വെച്ചാൽ ട്രൂ ഓർ നോട്ട് ട്രൂ എന്ന് വെച്ചാൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ, അവർ ആ മാനുഫാക്ചറുടെ ക്ലെയിം ഓർ അസംഷൻസ് നമുക്ക് ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ട് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ ഫൈനലി നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ അസംഷൻസ് ക്ലെയിംസ് ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫൈനലി നമുക്ക് അതിൻ്റെ സൊല്യൂഷനായിട്ട് കിട്ടുന്നത്. ഈ ടെസ്റ്റുകളിലൂടെ നമുക്കത് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസിൽ നമ്മൾ ജനറൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമുക്ക് ഏതൊക്കെ ടൈപ്പിലുള്ള പ്രോബ്ലംസ് ആണ് അതിന് വരുന്നത്. അപ്പോൾ പാരാമെട്രിക് ടെസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് അതിൻ്റെ സെറ്റ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ് ഉപയോഗിച്ച് അതിൻ്റെ പ്രോബ്ലംസ് വരുന്നുണ്ട്. അതിൽ മെയിൻ ഒരു ചാപ്റ്ററായിട്ടാണ് നമുക്ക് സിലബസിൽ അനോവ, അനാലിസിസ് ഓഫ് വേരിയൻസ്, പ്രത്യേകിച്ചും റിസർച്ച് പർപ്പസിന്, അഗ്രികൾച്ചറൽ റിസർച്ചിനും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് റിസർച്ചുകൾക്കൊക്കെ ഉപയോഗിക്കുന്നത് എഫ് ടെസ്റ്റാണ്, അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് വെച്ചാൽ അവിടെ സ്റ്റാൻഡേർഡ് നമ്മൾ നമ്മൾ അനലൈസ് ചെയ്ത് അതിൻ്റെ മീനിൻ്റെ, അതായത് ആവറേജിൻ്റെ വേരിയൻസസ്, ആവറേജിൻ്റെ ഫ്ലക്ച്വേഷൻസ് എല്ലാം മനസ്സിലാക്കും. ഇപ്പോൾ സെയിൽസ്മാനെ സംബന്ധിച്ച് ഡിഫറെൻറ്റ് ഡിസ്ട്രിക്റ്റിലോ ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളിലോ ഡിഫറെൻറ്റ് പ്ലേസസിലോ അയാൾ സെയിൽസ് നടത്തുന്നു. സെയിൽസിൻ്റെ കമ്മോഡിറ്റിയുടെ ആ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഒരു ആഴ്ചയിലോ ഒരു മാസത്തെയോ ഒരു 6 മാസ കാലയളവിലോ ഒരു ക്വാർട്ടറിലേക്ക് അയാളുടെ സെയിൽസിൻ്റെ പെർഫോമൻസ്, ഒരു സെയിൽസ്മാൻ വ്യത്യസ്ത ജില്ലകളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അവർ സെയിൽസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു കമ്പനി വ്യത്യസ്ത സെയിൽസ്മാനെ വ്യത്യസ്ത ജില്ലകളിലേക്കോ വ്യത്യസ്ത മേഖലകളിലേക്കോ സോണുകളിലേക്കോ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അവരൊക്കെ ആവറേജിൽ സെയിൽസിൽ വ്യത്യാസമുണ്ടോ, അവരുടെ ആവറേജ് സെയിൽസ് അവർ കൂടുതലോ കുറവാണോ എന്നുള്ളതൊക്കെ അവർ ഫ്ലക്ച്വേഷൻസ് ഒക്കെ സ്റ്റഡി ചെയ്യാൻ ഉപയോഗിക്കുന്നത് അനോവയാണ്, അനാലിസിസ് ഓഫ് വേരിയൻസ് ആണ്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ റിസർച്ചിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത പ്ലോട്ട് ഓഫ് ലാൻഡുകളിൽ പ്രത്യേക തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചിട്ട്, പ്രത്യേക തരത്തിലുള്ള സീഡ്സ് ഉപയോഗിച്ചിട്ടൊക്കെ നമ്മളവിടെ കൃഷി ചെയ്യുമ്പോൾ ആ പ്രത്യേക സീഡ്സ് ഉപയോഗിക്കുന്നത് കൊണ്ടോ പ്രത്യേക ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നുണ്ടോ പ്രത്യേക ഭൂമിയുടെ കാറ്റഗറൈസേഷൻ ചെയ്യുന്നത് കൊണ്ടൊക്കെ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ഈൽഡിൽ, ആവറേജ് ഈൽഡിൽ വ്യത്യാസമുണ്ടോ, അതിന് ഫ്ലക്ച്വേഷൻസ് ഉണ്ടോ എന്ന് സ്റ്റഡി ചെയ്യുന്നതാണ് അവിടെ അനാലിസിസ് ഓഫ് വേരിയൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അനാലിസിസ് ഓഫ് വേരിയൻസ് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ക്രൈറ്റീരിയ എഫ് ടെസ്റ്റ് ആണ്. അത് കൂടുതലായിട്ട് റിസർച്ച് പർപ്പസിനാണ് സാധാരണയായിട്ട് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാം. പാരാമെട്രിക് ടെസ്റ്റിൽ നമുക്ക് എഫ് ടെസ്റ്റ്, സെറ്റ് ടെസ്റ്റ്, ടി ടെസ്റ്റ് ഒക്കെ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ചില നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രത്യേകം അവർ ഐഡൻറ്റിഫൈ ചെയ്ത് തന്നിട്ടുണ്ടാവില്ല. സെറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യണം, ടി ടെസ്റ്റ് യൂസ് ചെയ്യണം, എഫ് ടെസ്റ്റ് യൂസ് ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ആ പ്രോബ്ലത്തിൻ്റെ ഫീച്ചേഴ്സ് അനുസരിച്ച് പ്രോബ്ലത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അവിടെ എന്തിനെയാണ് ടെസ്റ്റ് ചെയ്യണം, എന്ത് അസംഷനെയാണ്, എന്ത് ക്ലെയിമിനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ സെറ്റ് ടെസ്റ്റ് ആണോ, ടി ടെസ്റ്റ് ആണോ, എഫ് ടെസ്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. എഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത് അനോവയിലാണ്. മറ്റൊരു അനാലിസിസ് ഓഫ് വേരിയൻസ് അല്ലാതെ മറ്റൊരു പർപ്പസിനും സിറ്റുവേഷനും കൂടി എഫ് ടെസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. നമുക്കത് അടുത്ത സെഷനിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിടക്കാം. പാരാമെട്രിക് ടെസ്റ്റിൻ്റെ സെറ്റ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ് എങ്ങനെയാണ് അവർ ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെപ്സ് എന്തെല്ലാമാണ്, പിന്നെ അതുപോലെ തന്നെ നോൺ പാരാമെട്രിക് ടെസ്റ്റ് നമ്മൾ chi-square ടെസ്റ്റ് നടത്തുന്നത് എങ്ങനെയാണ്, ഏതെല്ലാം സിറ്റുവേഷനിലാണ് നമുക്ക് നോൺ പാരാമെട്രിക് ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക, എന്ന് വെച്ചാൽ പാരാമീറ്റേഴ്സ് ഇല്ലാത്ത സിറ്റുവേഷൻ ഏതൊക്കെയാണ് ഈ chi-square ടെസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, അപ്പോൾ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുകയാണ്. നേരത്തെ പറഞ്ഞു പാരാമെട്രിക് ടെസ്റ്റ്, നോൺ പാരാമെട്രിക് ടെസ്റ്റ്. ആദ്യം പാരാമെട്രിക് ടെസ്റ്റിലേക്ക് നമ്മൾ വരികയാണ്. പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പാരാമീറ്റേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സിലെ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് പോപ്പുലേഷൻ മീൻ, പോപ്പുലേഷൻ SD, സാമ്പിൾ മീൻ, സാമ്പിൾ SD ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിനാണ് പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പാരാമെട്രിക് ടെസ്റ്റിൽ മെയിനായിട്ട് നമ്മളിപ്പോൾ ആദ്യം
കവർ ചെയ്യുന്നത് സെറ്റ് ടെസ്റ്റും ടി ടെസ്റ്റും ആണ് നമ്മൾ ആദ്യം പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ സെറ്റ് ടെസ്റ്റ് ടി ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഏതെല്ലാം സിറ്റുവേഷൻസ് ഏതെല്ലാം രീതിയിൽ പ്രോബ്ലംസ് വരാം എന്നുള്ളതാണ് നമ്മൾ എഴുതിയാണ്. ടെസ്റ്റിംഗ് ദ ഗിവൺ പോപ്പുലേഷൻ മീനിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നത് ടൈപ്പ് പ്രോബ്ലം ഉണ്ട്. ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോപ്പുലേഷൻ മീൻസ്, രണ്ട് പോപ്പുലേഷൻ്റെ ആവറേജ് തന്നു കഴിഞ്ഞ് അതിൻ്റെ ആവറേജിൽ ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ടെസ്റ്റിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ഇൻ കേസ് ഓഫ് പെയർഡ് ഡാറ്റ നമ്മൾ ഡിപ്പെൻഡൻറ്റ് സാമ്പിൾസ്, ഒരു സാമ്പിൾ മറ്റൊരു സാമ്പിളായിട്ട് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ആ ഡിപ്പെൻഡൻറ്റ് സാമ്പിളിൻ്റെ നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ആവറേജ് ഡിഫറൻസ് ടെസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതിനകത്ത് ടെസ്റ്റിംഗ് പോപ്പുലേഷൻ്റെ ആവറേജിന് വരെ പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ ടെസ്റ്റിംഗ് ഈക്വാലിറ്റി ഓഫ് ടു പ്രൊപ്പോർഷൻസ്. ഈക്വാലിറ്റി മീൻസ് ആ ടു പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷനിൽ വല്ല ചേഞ്ച് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് സെറ്റ് ടെസ്റ്റോ ടി ടെസ്റ്റോ ഉപയോഗിക്കാം. ടെസ്റ്റിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ എസ് ഡി ആൻഡ് പോപ്പുലേഷൻ എസ് ഡി. ഇതൊക്കെ സെറ്റ് ടെസ്റ്റിൻ്റെയും ടി ടെസ്റ്റിനെയും അപ്ലൈ ചെയ്യുന്ന വ്യത്യസ്ത സിറ്റുവേഷൻസ് ആണ്, വ്യത്യസ്ത കേസസ് ആണ്. ഇത് ബികോം ലെവലിൽ നമുക്ക് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഒന്നാമത്തെ ടെസ്റ്റിംഗ് ദ ഗിവൺ പോപ്പുലേഷൻ മീൻ, മെയിനായിട്ട് നമുക്ക് ചോദിക്കാറുള്ള രണ്ടാമത്തെ ഒരു ടൈപ്പാണ് ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോപ്പുലേഷൻ മീൻസ്. പിന്നെ ടെസ്റ്റിംഗ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ. ഈ മൂന്ന് ഏരിയയിൽ അല്ലെങ്കിൽ ഈ മൂന്ന് ടൈപ്പിൽ നിന്നുമാണ് നമുക്ക് സാധാരണയായിട്ട് ബികോം ലെവലിൽ നമുക്ക് എക്സാമിന് കൂടുതൽ പ്രോബ്ലംസ് കിട്ടുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ എല്ലാ ടൈപ്പിലെയും പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് അതിൽ എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ദ മാനുഫാക്ചറർ ക്ലെയിംസ് ദാറ്റ്, ഇറ്റ് ഈസ് ക്ലെയിംഡ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ആ വാചകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം എന്തിനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യണേ എന്നുള്ളതാണ് നമുക്ക് അതിൽ നോക്കണം. ആ പ്രോബ്ലം ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ 5-6 ടൈപ്പ് പ്രോബ്ലംസിനും കൂടി വരുന്ന നമുക്ക് കോമൺ ആയിട്ട് ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ്, ജനറൽ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഒരു ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് നമ്മൾ അതിൻ്റെ ടെസ്റ്റ് പ്രൊസീജിയർ എന്താണെന്നുള്ളതാണ് കോമൺ ആയിട്ട് ഞാൻ പറയുന്നത്. ആദ്യം നമ്മുടെ പ്രോബ്ലത്തിൽ ഏത് ടൈപ്പിലെ പ്രോബ്ലംസ് വന്നാലും അത് ഏത് ആണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതാണ് ക്ലെയിം ഏതാണ് അസംഷൻസ്, അതിനെയാണ് നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു ഐഡൻറ്റിഫൈ ദ നൾ ഹൈപ്പോത്തിസിസ് ആൻഡ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ്. നൾ ഹൈപ്പോത്തിസിനെയാണ് നമ്മൾ H0 എന്ന് പറയുന്നത്, ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിനെയാണ് H1 എന്ന് പറയുന്നത്. അപ്പോൾ നൾ ഹൈപ്പോത്തിസിൻ്റെ അർത്ഥം മാനുഫാക്ചറുടെയോ ട്രേഡറുടെയോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് നടത്തുന്ന ആളുടെയോ അവരുടെയൊക്കെ അസംഷൻസിൻ്റെ ക്ലെയിംസിനെ ആണ് ശരിക്കും നൾ ഹൈപ്പോത്തിസിസ്. അപ്പോൾ എന്താണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. പ്രോബ്ലത്തിൽ എന്തിനെയാണോ ആക്സെപ്റ്റ് ചെയ്യണത്, എന്ത് അസംഷനെയാണ് ട്രൂ ആണോ അതിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ അതിനെയാണ് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ആ നൾ ഹൈപ്പോത്തിസിൻ്റെ ഓൾട്ടർനേറ്റ്, അതിൻ്റെ വിരുദ്ധമായിട്ടുള്ള ഹൈപ്പോത്തിസിസ് അസംഷനാണ് ഇത് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ്. അപ്പോൾ മീൻ ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഗിവൺ പോപ്പുലേഷൻ മീനിനെയാണ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ H0 നമ്മൾ പറയാം. ആ മീൻ ഈക്വൽ ടു ഇത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, അത് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ അവിടെ ഓൾട്ടർനേറ്റ് എന്ന് പറയുന്നത് മീൻ ഈസ് നോട്ട് ഈക്വൽ ടു ആ വാല്യൂ. അപ്പോൾ ഈക്വൽ ആണെന്നുള്ളത് അസ്യൂം ചെയ്യുന്നതിന് നൾ ഹൈപ്പോത്തിസിസും, ഈക്വൽ അല്ല എന്നുള്ളതിന് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസും. ഇവിടെ പറയുമ്പോൾ തന്നെ ഓരോ കേസസിലും 1 ടൈൽ ടെസ്റ്റ് 2 ടൈൽ ടെസ്റ്റ് എന്നുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി കോമൺ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ പ്രോബ്ലംസിലും അത് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ തന്നെ അത് 1 ടൈലിലാണോ 2 ടൈലിലാണോ എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. എന്താണ് 1 ടൈൽ ടെസ്റ്റ് 2 ടൈൽ ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് വരയ്ക്കുമ്പോൾ പറഞ്ഞു ഇതിൻ്റെ 2 ഭാഗം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭാഗം ഒരു ടൈൽ മാത്രം വരുന്ന ടെസ്റ്റിനെയാണ് 1 ടൈൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. 2 ഭാഗം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 2 ഭാഗത്തിൽ 2 ടൈലിനെ നമ്മൾ ഈക്വലി അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിൽ 2 ടൈൽ ടെസ്റ്റ്. എങ്ങനെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് എളുപ്പമാണ്. അതായത് നേരത്തെ പറഞ്ഞ ആവറേജ് നമ്മൾ അല്ലെങ്കിൽ പ്രൊപ്പോർഷനൊക്കെ ആവറേജിനെ പ്രൊപ്പോർഷനെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഈക്വൽ ആണ്, അതിൻ്റെ ദർ ഇസ് നോ ചേഞ്ച് എന്നോ അല്ലെങ്കിൽ അത് ആ പോപ്പുലേഷൻ മീൻ അല്ലെങ്കിൽ സാമ്പിൾ മീൻ ഈക്വൽ ആണ് എന്നൊക്കെയാണ് അവർ ക്ലെയിം ചെയ്യണമെങ്കിൽ അത് 2 ടൈൽ ടെസ്റ്റ് ആയിരിക്കും. 1 ടൈൽ ടെസ്റ്റിന് പ്രത്യേകമായിട്ട് തരിക അത് ലെസ് ദാനോ അല്ലെങ്കിൽ മോർ ദാൻ ആയിരിക്കും, അല്ലെങ്കിൽ സുപ്പീരിയർ ആണ്, അല്ലെങ്കിൽ ക്വാളിറ്റി ഡിഫറൻസ് പറയുമ്പോൾ ക്വാളിറ്റി ഗുഡാണ്, അല്ലെങ്കിൽ നേരത്തെ ടെസ്റ്റ് ചെയ്ത ക്വാളിറ്റിയേക്കാൾ കൂടുതൽ ആണ്, അല്ലെങ്കിൽ അത് കൂടുതൽ മോശം ക്വാളിറ്റിയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് 1 ടൈൽ ടെസ്റ്റാണ്. അപ്പോൾ സാധാരണ അതിൽ നമ്മൾ ടിപ്സ് പറയുമ്പോൾ എന്താ പറയുക, ക്ലൂ പറയുമ്പോൾ അതിൽ ഒന്നുകിൽ ലെസ് ദാൻ അല്ലെങ്കിൽ മോർ ദാൻ, അല്ലെങ്കിൽ സ്പീഡിൻ്റെ കാര്യത്തിലൊക്കെ അത് സാധാരണ നമ്മൾ പറയുമ്പോൾ സുപ്പീരിയർ ആണ് അല്ലെങ്കിൽ അത് ഇൻഫീരിയർ ക്വാളിറ്റിയാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മളെടുക്കുക 1 ടൈൽ ടെസ്റ്റാണ്. എന്ന് വെച്ചാൽ അത് ഏതൊരു ടൈൽ മാത്രമാണ് നമുക്ക് അതിൽ കൺസിഡർ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ 6 കേസസിലും അത് ആദ്യം നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ അസംഷൻസ് എന്ത് അസംഷനെയാണോ നമ്മൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നു. ആ നൾ ഹൈപ്പോത്തിസിസ് നമ്മൾ എഴുതുമ്പോൾ തന്നെ അത് 2 ടൈൽ ടെസ്റ്റിലാണോ 1 ടൈൽ ടെസ്റ്റിലാണോ എന്നുള്ളത് പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്യും.
കാരണം അതിൻ്റെ ഫോർമുലയിൽ ചെറിയ ഡിഫറൻസ് വരും. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ നൾ ഹൈപ്പോത്തിസിസ്, ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈഡ് ദ ടെസ്റ്റ് ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ടെസ്റ്റ് നമ്മൾ ഏത് അപ്ലൈ ചെയ്യണം. നേരത്തെ പറഞ്ഞാൽ സെറ്റ് ടെസ്റ്റ് ആണ് ടി ടെസ്റ്റ് ആണ് നമ്മൾ ആദ്യം ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ ഈ കേസസിലെല്ലാം തന്നെ സെറ്റ് ടെസ്റ്റ് വേണം ടി ടെസ്റ്റ് വേണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ചെറിയ ഒരു കൺസിഡർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ സാമ്പിൾ സൈസാണ് പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് സാമ്പിൾ സൈസ് ലാർജ് ആണെങ്കിൽ സെറ്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യണമെന്നുള്ളതാണ് അതിൻ്റെ ക്രൈറ്റീരിയ. അപ്പോൾ സാമ്പിൾ ടെസ്റ്റ് ലാർജ്, സാമ്പിൾ സൈസ് ലാർജ് എന്ന് പറയുമ്പോൾ 30 കൂടുതൽ സാമ്പിളിൻ്റെ സൈസ് വന്നാലാണ് അത് ലാർജ് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത്. അത്തരം സിറ്റുവേഷനിൽ നമ്മൾ സെറ്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യും. ഇനി 30 താഴെ വരുമ്പോൾ അപ്പോൾ അഥവാ 30 വരെയുള്ള സാമ്പിൾ സൈസ് വന്നാൽ സ്മോൾ സാമ്പിൾ സൈസ് ആണ്. പക്ഷേ അവിടെ സ്മോൾ സാമ്പിൾ സൈസ് വരുമ്പോഴും അവിടെ നമ്മൾ നോക്കേണ്ടത് പോപ്പുലേഷൻ്റെ SD തന്നുണ്ടോ എന്നത് ചെക്ക് ചെയ്യണം. പോപ്പുലേഷൻ SD നമ്മൾ തന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും സെറ്റ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ സെറ്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് 2 സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുന്നു. ഒന്ന് സാമ്പിൾ സൈസ് ലാർജ് ആകുമ്പോൾ സെറ്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യണം. 2 സാമ്പിൾ സൈസ് സ്മോൾ ആണെങ്കിൽ തന്നെ അവിടെ പോപ്പുലേഷൻ SD തന്നിട്ടുണ്ട് എങ്കിൽ വീണ്ടും സെറ്റ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ടി ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് മറ്റ് ഏത് സിറ്റുവേഷനിലായിരിക്കും. സാമ്പിളിൻ്റെ സൈസ് കുറവാകുകയും ചെയ്യുക, പോപ്പുലേഷൻ SD ഈസ് നോട്ട് ഗിവൺ എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ടി ടെസ്റ്റ് അപ്ലൈ ചെയ്യും. ഇതാണ് ടെസ്റ്റ് ക്രൈറ്റീരിയ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ടെസ്റ്റ് ക്രൈറ്റീരിയ ഡിസൈഡ് ചെയ്യുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ സൈസ് നോക്കണം. എന്നാൽ സാമ്പിൾ സൈസ് മാത്രം നോക്കിയാൽ പോരാ. സാമ്പിൾ സൈസ് കുറവാണ് എന്ന് പറയുമ്പോൾ 30 വരെയുള്ള സാമ്പിൾ സൈസ്, 25 സാമ്പിൾ സൈസൊക്കെ വരികയാണെങ്കിൽ സാമ്പിൾ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പാക്ക് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാഗ് സെലക്ട് ചെയ്യുമ്പോൾ 25 ബോക്സ് സെലക്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ സ്മോൾ സാമ്പിൾ സൈസാണ്. ഉടനെ ടി ടെസ്റ്റ് എന്നുള്ളതല്ല അതിൻ്റെ ക്രൈറ്റീരിയ. സ്മോൾ സൈസ് വരാം, പക്ഷേ അവിടെ പോപ്പുലേഷൻ SD തന്നുണ്ടോ എന്നതാണ് ക്രൈറ്റീരിയ. അപ്പോൾ സ്മോൾ സാമ്പിൾ സൈസ് തരികയും ചെയ്യുക, പോപ്പുലേഷൻ SD തന്നിട്ടുണ്ടെങ്കിൽ അവിടെ സെറ്റ് ടെസ്റ്റ് തന്നെ അപ്ലൈ ചെയ്യും. എന്നാൽ ലാർജ് സാമ്പിൾ സൈസ് 30 കൂടുതൽ സാമ്പിൾ സൈസ് ഇപ്പോൾ 100 ബോക്സ് സെലക്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അവിടെ വേറെ ഒന്നും പരിഗണിക്കേണ്ടതില്ല, അവിടെ സെറ്റ് ടെസ്റ്റ് തന്നെ അപ്ലൈ ചെയ്യും. അപ്പോൾ when the size of the sample is small and the population SD is not given, we apply T test. ഇത് മൂന്നാമത്തെ അപ്ലൈ ചെയ്ത ടെസ്റ്റ് ക്രൈറ്റീരിയ, ടെസ്റ്റ് സ്റ്റാറ്റിക്സ് എന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ടെസ്റ്റ് ആണോ ടി ടെസ്റ്റ് ആണോ അപ്ലൈ ചെയ്യുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യാനുള്ളതാണ്. സെറ്റ് ടെസ്റ്റ് ആണെങ്കിൽ ടി ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ടെസ്റ്റ് വാല്യൂ, അതിൻ്റെ ആ ടി വാല്യൂ അല്ലെങ്കിൽ സെഡ് വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യാന്ന് പറയുന്നത്. അതിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ സെഡ് ആയാലും ടി ആയാലും ഫോർമുല തന്നെയാണ് x ബാർ മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് എറർ. അപ്പോൾ അതിൻ്റെ ഫോർമുല x ബാർ മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് എറർ. അപ്പോൾ അവിടെ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. എന്താണ് സ്റ്റാൻഡേർഡ് എറർ എന്ന് ചോദിച്ചാൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ സാമ്പിൾ, അതിനെയാണ് സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ നമ്മൾ ചെയ്യുമ്പോൾ ഈ സെറ്റ് ടെസ്റ്റോ ടി ടെസ്റ്റിൻ്റെ ഈ പറഞ്ഞ സിറ്റുവേഷനിൽ പോപ്പുലേഷൻ SD, സാമ്പിൾ SD, പോപ്പുലേഷൻ മീൻ, സാമ്പിൾ മീൻ ഒക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ SC കാണുന്നതിലും അവിടെ ഫോർമുല 2-3 സ്പെസിഫിക് സിറ്റുവേഷൻസ് പ്രോബ്ലം അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതുണ്ട്. നമുക്കത് പ്രോബ്ലം ചെയ്യുന്ന സെഷനിൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് പ്രതിപാദിക്കാം. എന്തായാലും ഓർക്കുക x ബാർ മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് എറർ. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ആ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് എറർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ സ്റ്റാൻഡേർഡ് എറർ എങ്ങനെ കാണാം? ചിലപ്പോൾ സാമ്പിൾ SD തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ സാമ്പിൾ SD തന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ പോപ്പുലേഷൻ SD, സാമ്പിൾ SD തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരം സിറ്റുവേഷനിലൊക്കെ സ്റ്റാൻഡേർഡ് എറർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ടി അല്ലെങ്കിൽ സെഡ് വാല്യൂ കണ്ടെത്തുക, അതിനാണ് കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ടേബിൾ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ്. ടേബിൾ വാല്യൂ എന്ന് വെച്ചാൽ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നതാണ്. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മോഡുകളിലെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് സെൽ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ ടി ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ F ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനാണ്. നമ്മൾ സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പോപ്പുലേഷൻ്റെ ഫീച്ചേഴ്സിനെ കൺക്ലൂഡ് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മളതിൻ്റെ ടേബിൾ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ടേബിൾ വാല്യൂവിൽ നമ്മൾ ഏത് ടെസ്റ്റാണോ അപ്ലൈ ചെയ്തത് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലെ വാല്യൂ കണ്ടെത്തും. അപ്പോൾ അത് കണ്ടെത്തുമ്പോൾ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയും, പിന്നെ ഒന്ന് ഡിഗ്രി ഓഫ് ഫ്രീഡം. നമ്മൾ ആ ടേബിളിൽ നോക്കുമ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അതിൻ്റെ റൈറ്റ് സൈഡിലും റോയിൽ നമുക്ക് പ്രതിപാദിച്ചിട്ടുണ്ട്. ആ ടേബിളിൽ നോക്കി കഴിഞ്ഞാൽ ടേബിളിൽ ആ പേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഏതെല്ലാം നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വിച്ച് ഡിസൈഡ്സ് ദ ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് നടത്തുന്ന അല്ലെങ്കിൽ മാനുഫാക്ചറിൻ്റെ ക്ലെയിമിനെ അസംഷൻസിനെ ബാധിക്കുന്ന എഫക്റ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഫാക്ടേഴ്സിനെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെറ്റ് ടെസ്റ്റിന് നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി എന്നാണ് അതിൻ്റെ ക്രൈറ്റീരിയ പറയുന്നത്. അപ്പോൾ സെറ്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ടേബിൾ വാല്യൂ കണക്കാക്കുമ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് ഏറ്റവും ലാസ്റ്റ് ലൈനിലെ ഇൻഫിനിറ്റിക്ക് നേരെയുള്ള വാല്യൂ ആണ് എടുക്കേണ്ടതെന്നാണ്.
ഈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ആക്സെപ്റ്റൻസ് റിജക്റ്റൻസ് പെർസെൻറ്റേജിനെയാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ പറയും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇപ്പോൾ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നമ്മൾ ആ 5%ൻ്റെ ആ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിൽ നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ അതിൽ 5% അത് റോങ് ആവാൻ സാധ്യതയുണ്ട്, 95% അത് ആക്യുറേറ്റ് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ആക്സെപ്റ്റൻസ് റിജക്റ്റ് എന്നുവെച്ചാൽ എത്ര പെർസെൻറ്റേജ് ആക്സെപ്റ്റ് ചെയ്യാം, എത്ര പെർസെൻറ്റേജ് റിജക്റ്റ് ചെയ്യാം, അതിനാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ ഏത് പെർസെൻറ്റേജിൻ്റെ താഴെ വാല്യൂ നോക്കി കഴിഞ്ഞാൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഈസ് നോട്ട് given in the problem, we will take 5% as level of significance. ഇനി അതല്ല ചിലപ്പോൾ 2%, ചിലപ്പോൾ 3%, ചിലപ്പോൾ 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആ പെർസെൻറ്റേജ് നേരെയുള്ള വാല്യൂ ആണ് ടേബിളിൽ നിന്ന് എടുക്കേണ്ടി വരും. ഇനി ഇവിടെ 1 ടൈൽ ടെസ്റ്റ് 2 ടൈൽ ടെസ്റ്റിനും ടേബിൾ ഒരേ ടേബിൾ തന്നെയാണെങ്കിലും അവിടെ 1 ടൈൽ ടെസ്റ്റിനാണെങ്കിൽ വേറെ വാല്യൂ ആണ് വരിക, 2 ടൈൽ ടെസ്റ്റിനും വേറെ വാല്യൂ ആണ് വരിക. ഒരേ ടേബിളാണെന്ന് നോക്കുന്നത് അത് ഒന്ന് ബോൾഡ് ലെറ്റേഴ്സിലും ഒന്ന് ബ്രാക്കറ്റിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ പെർസെൻറ്റേജിന് 5%, 2%, 1%, 3% ഒക്കെ ബോൾഡിലും കൊടുത്തിട്ടുണ്ട്, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ടേബിളിൻ്റെ ഏറ്റവും അടിയിൽ നമുക്ക് എഴുതിയിട്ടുണ്ടാവും, നോട്ട് എന്നുകൊണ്ട് അവർ എഴുതിയിട്ടുണ്ടാവും. 1 ടൈൽ ടെസ്റ്റ് ആകുമ്പോൾ നിങ്ങളതിൽ ഏത് വാല്യൂ കൊടുക്കണം, 2 ടൈൽ ടെസ്റ്റ് ആകുമ്പോൾ ഏത് വാല്യൂ കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് 1 ടൈൽ ടെസ്റ്റ് ആണോ 2 ടൈൽ ടെസ്റ്റ് ആണോ എന്നത് നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം. പ്രത്യേകിച്ചും ടേബിൾ വാല്യൂ എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ 4ാമത്തെ സ്റ്റെപ്പ് ഒബ്റ്റെയിൻ ദ ടേബിൾ വാല്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 2 വാല്യൂ കിട്ടി. 3ാമത്തെ സ്റ്റെപ്പിൽ എന്ത് കിട്ടി, ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ കിട്ടി. 4ാമത്തെ സ്റ്റെപ്പിൽ അതിൻ്റെ ടേബിൾ വാല്യൂ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 5ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നു. എന്ന് വെച്ചാൽ ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് ദ ഹൈപ്പോത്തിസിസ് എന്നാണ് പറയുന്നത്. മേക്ക് ഡിസിഷൻ എന്ന് വെച്ചാൽ 5ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഈ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേയർ എന്താണോ അസംഷൻ പറയുന്നത് വെച്ചാൽ അവിടെ അസംഷൻസ് എന്താണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ടെസ്റ്റ് ചെയ്യേണ്ടത്, അത് നമ്മൾ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് മേക്ക് ഡിസിഷൻ ടു ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കണമെന്ന് ചോദിച്ചാൽ ഈ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ നമുക്ക് 3ാമത്തെ സ്റ്റെപ്പിൽ കിട്ടിയതും അതുപോലെ തന്നെ ടേബിൾ വാല്യൂ നമുക്ക് 4ാമത്തെ സ്റ്റെപ്പിൽ കിട്ടി കഴിഞ്ഞാൽ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ. ഫോർമുല ഉപയോഗിച്ച് കിട്ടുന്ന വാല്യൂ ടേബിളിൽ നിന്ന് കിട്ടുന്ന വാല്യൂവിനേക്കാൾ ലെസ്, ന്യൂമറിക്കലി ലെസ് ആണെങ്കിൽ അത് നെഗറ്റീവ് പോസിറ്റീവ് സൈൻ ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ള പ്രത്യേകം ഓർക്കുക. ചിലപ്പോൾ നമുക്ക് ആ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ ചിലപ്പോൾ നെഗറ്റീവ് വാല്യൂ ഒക്കെ വരാം. ആ നെഗറ്റീവ് എന്നുള്ള സൈൻ ഇമ്പോർട്ടൻസ് ഇല്ല, അതിൻ്റെ വാല്യൂ മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ, വി ആക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തിസിസ്. ദ ഹൈപ്പോത്തിസിസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രൂ ആയിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ഇനി കാൽക്കുലേറ്റഡ് വാല്യൂ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഓർക്കേണ്ട ഒറ്റ പോയിൻ്റാണ് 5ാമത്തെ സ്റ്റെപ്പിൽ മേക്ക് ഡിസിഷൻ ടു ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തിസിസ്. എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രം ഓർത്താലും മതി. ഇഫ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ന്യൂമറിക്കലി ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ, വി ആക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തിസിസ്, അതർവൈസ് റിജക്റ്റ് ദ ഹൈപ്പോത്തിസിസ്. അപ്പോൾ അങ്ങനെ 5ാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ആ ഹൈപ്പോത്തിസിസിനെ നമ്മൾ ട്രൂ ആണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം. അപ്പോൾ ഇത് ജനറലായിട്ട് നമ്മൾ ഏത് ടൈപ്പ് പ്രോബ്ലം വന്നാലും ജനറലായിട്ട് ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പാണ്. അതിൻ്റെ ഫോർമുലാസ് വരുമ്പോൾ ആ പ്രത്യേകിച്ചും ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിലെ നമ്മൾ സ്റ്റാൻഡേർഡ് എറർ കാണുന്ന ഫോർമുലയാണ് അതിൽ വ്യത്യാസമുള്ളൂ. ആ സ്റ്റാൻഡേർഡ് എറർ നമ്മൾ കാണാനുള്ള വ്യത്യസ്ത ഫോർമുലകൾ ഓരോ സിറ്റുവേഷനും വ്യത്യസ്ത ഫോർമുല ഉപയോഗിക്കുന്നു. ഇപ്പോൾ 2 പെയറൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ 2 സാമ്പിൾ 2 പ്രൊപ്പോർഷൻസ് ഒക്കെ വരുമ്പോൾ അതിൽ നമ്മൾ x⁻1 x⁻2 σ1 σ2 എന്നൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഫോർമുലയാണ് വരിക. ഒറ്റ പോപ്പുലേഷനെ ആണെങ്കിൽ നമുക്ക് അവിടെ 1 2 പ്രത്യേകം സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് വെച്ചിട്ട് നമ്മൾ ഓരോ സിറ്റുവേഷനിലും പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ അതിൽ ആ ഹെഡിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഓരോ ഹെഡിങ്ങിൽ പ്രത്യേകമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിലെ സ്റ്റാൻഡേർഡ് എറർ കാണുന്ന ഫോർമുല ഒന്ന് നന്നായി ബൈഹാർട്ടായിട്ട് പഠിച്ചു വെച്ച് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ ഏത് ഫോർമുലയാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് കാണാൻ ഒരു ഫോർമുലയല്ല, ഒരു സിറ്റുവേഷനിൽ തന്നെ അതിൽ പോപ്പുലേഷൻ SD, സ്റ്റാൻഡേർഡ്, അതുപോലെ സാമ്പിൾ SD എന്തെല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ അതിനനുസരിച്ച് സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഫോർമുല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ 2 3 4 ഫോർമുല വരെ നമുക്ക് ഓരോ സിറ്റുവേഷനിലും സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഫോർമുല ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണ്, ഡിഗ്രി ഓഫ് ഫ്രീഡം, അതുപോലെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്താണ്, അതുപോലെ തന്നെ ഈ ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ് ടൈപ്പ് 1 എറർ ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് നോർമൽ കർവിലെ അതിൻ്റെ ടേബിളിൻ്റെ വാല്യൂവിൻ്റെ ഏരിയയുടെ ബേസിലാണ് നമ്മളത് നേരത്തെ പറഞ്ഞു കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ടേബിൾ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ വന്നാൽ നോർമലി അത് ആക്സെപ്റ്റ് ചെയ്യും. അതുപോലെ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂനൊക്കെ കൂടുതൽ വന്നാൽ നോർമലി അത് റിജക്റ്റ് ചെയ്യണം. അപ്പോൾ അത് രണ്ടും നമുക്ക് ടൈപ്പ് 1 ടൈപ്പ് 2 എററിനെ ക്ലാസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഇത് പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സർവേയർ ചെയ്യണമെങ്കിൽ അതിനെയാണ് ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ ഈ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കുറവാണ്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നോർമലി അത് ആക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് എടുക്കുന്ന ആൾ അത് ഇൻവെസ്റ്റിഗേറ്റർ അത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ടൈപ്പ് 1 എറർ എന്ന് പറയും. അപ്പോൾ ടൈപ്പ് 1 എററിൽ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കുറവായിട്ട് ആക്സെപ്റ്റ് ചെയ്യണതിന് പകരം അത് റിജക്റ്റ് ചെയ്യും. ഇനി അതേപോലെ തന്നെ ടൈപ്പ് 2 എറർ എന്താണെന്ന് പറയണമെങ്കിൽ ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ കാൽക്കുലേറ്റഡ് വാല്യൂ മോർ ദാൻ ടേബിൾ വാല്യൂ വന്നു കഴിഞ്ഞാൽ അത് നോർമലി അത് റിജക്റ്റ് ചെയ്യണം. പക്ഷേ അവിടെ റിസർച്ച് നടത്തുന്ന ആൾ ഇൻവെസ്റ്റിഗേറ്റർ അത് റിജക്റ്റ് ചെയ്യാതെ അത് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ടൈപ്പ് 2 എറർ എന്ന് പറയും. അപ്പോൾ ടൈപ്പ് 1 എറർ ടൈപ്പ് 2 എറർ എന്താണെന്നുള്ളത് തിയറി ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. അതിന് 4 സിറ്റുവേഷൻ നമ്മൾ എഴുതുക. ആ 4 സിറ്റുവേഷനിൽ ഏത് സിറ്റുവേഷനാണ് ടൈപ്പ് 1 എററിൽ വരുന്നത്, ഏത് സിറ്റുവേഷനാണ് ടൈപ്പ് 2 എററിൽ വരുന്നത് എന്നുള്ളത് ക്ലാസിഫൈ ചെയ്തിട്ട് എഴുതും. ഇതാണ് ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസിലെ സെറ്റ് ടെസ്റ്റും ടി ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുമ്പോൾ അടുത്ത ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എഫ് ഡിസ്ട്രിബ്യൂഷനാണ്. എഫ് ടെസ്റ്റിൻ്റെ പ്രൊസീജിയറാണ്. അത് സെപ്പറേറ്റ് എഫ് ടെസ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂസസ് അത് സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് അടുത്ത സെഷനിൽ നമ്മൾ എഫ് ടെസ്റ്റിനെ സംബന്ധിച്ച് പ്രതിപാദിക്കും. ഓക്കെ, ഡിസ്ട്രിബ്യൂഷനിലെ നമ്മുടെ ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എഫ് ടെസ്റ്റിലേക്ക് കിടക്കുകയാണ്. എഫ് ടെസ്റ്റിൻ്റെ 2 യൂസസ് എന്ന് പറയുന്നത് ഒന്ന് വാരിയൻസ്, അതിൻ്റെ പ്രൊപ്പോർഷൻ, ആ പ്രൊപ്പോർഷനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ എഫ് ടെസ്റ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വാരിയൻസ് പ്രൊപ്പോർഷൻ റേഷ്യോ എന്ന് പറയും. അനാലിസിസ് ഓഫ് വാരിയൻസിന് വേണ്ടി നമുക്ക് എഫ് ടെസ്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ പ്രതിപാദിക്കുന്നത് അനാലിസിസ് ഓഫ് വാരിയൻസ് നമ്മൾ എങ്ങനെ ചെയ്യുന്നതാണ്. അനാലിസിസ് ഓഫ് വാരിയൻസ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് റിസർച്ചിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഗ്രികൾച്ചർ റിസർച്ച്, മാർക്കറ്റിംഗ് റിസർച്ചിലൊക്കെയാണ് കൂടുതലത് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം 2 ടൈപ്പിലുള്ള വാരിയൻസ് ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. 1 വേ അനാലിസിസ് ഓഫ് വാരിയൻസ്, 2 വേ അനാലിസിസ് ഓഫ് വാരിയൻസ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അഗ്രികൾച്ചർ റിസർച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 തരത്തിലുള്ള പ്ലോട്ടിൽ 4 തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടുകൾ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ആ ഔട്ട്പുട്ടിൻ്റെ ആവറേജ് ഈൽഡിലുള്ള ആ വ്യതിയാനമാണ് നമ്മൾ വ്യതിയാനം ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആവറേജിലുള്ള വ്യതിയാനം ഒന്നുകിൽ നമുക്കറിയാം പ്ലോട്ടിൻ്റെ അതിൻ്റെ ഡിഫറൻസിലുള്ള ആ പ്ലോട്ടിൻ്റെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്ലോട്ട് ആയതുകൊണ്ട് നമുക്ക് ഈൽഡിൽ ആവറേജ് വ്യത്യാസം വരാം. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റിലുള്ള വ്യതിയാനം അനുസരിച്ച് നമുക്ക് ഈൽഡിൽ എന്ത് വരാം, വ്യത്യാസം വരാം. അപ്പോൾ ആവറേജ് ഈൽഡിൻ്റെ വ്യത്യാസം ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വെറൈറ്റീസ് ഓഫ് ട്രീറ്റ്മെൻറ്റിൻ്റെ ബേസിലോ അല്ലെങ്കിൽ പ്ലോട്ടിൻ്റെ ഡിഫറൻസസിൻ്റെ ബേസിലോ സ്പെഷ്യാലിറ്റിയുടെ ബേസിസിലോ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് ആവറേജ് ഈൽഡ് അതിൻ്റെ ആവറേജ് അനലൈസ് ചെയ്യണേ, അതിൻ്റെ ഫ്ലക്ച്വേഷൻസ് വാരിയൻസ് അനലൈസ് ചെയ്യണമെങ്കിൽ അതാണ് 1 വേ അനാലിസിസ് ഓഫ് വാരിയൻസ് എന്ന് പറയുന്നത്. 2 വേ അനാലിസിസ് ഓഫ് വാരിയൻസ് എന്ന് പറയുമ്പോൾ അവിടെ 2 ഘടകങ്ങളെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. വെറൈറ്റീസ് ഓഫ് ട്രീറ്റ്മെൻറ്റിനെയും പ്ലോട്ടിൻ്റെ സ്പെഷ്യാലിറ്റീസും നമ്മൾ കൺസിഡർ ചെയ്യും. 2 ഘടകങ്ങളെയും കൺസിഡർ ചെയ്തിട്ട് ആവറേജ് ഈൽഡിൽ എങ്ങനെ വ്യതിയാനം ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യലാണ് 2 വേ അനാലിസിസ് ഓഫ് വാരിയൻസ്. ബികോം ലെവലിൽ 1 വേ അനാലിസിസ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. PG ലെവലിലാണ് നമുക്ക് 2 ടൈപ്പിലുള്ള അനാലിസിസും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ എസ് എ ക്വസ്റ്റൻ ആയിട്ട് തന്നെ മിക്കവാറും ബികോം ലെവലിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നുണ്ട് അനോവ ടേബിൾ അല്ലെങ്കിൽ അനോവ എന്നുള്ളൊരു പ്രോബ്ലം. 1 വേ അനാലിസിസിൻ്റെ ബേസിലാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ അതിൻ്റെ ഒരു ടേബിൾ നമുക്കൊരു ഫോർമാറ്റ് ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കാൽക്കുലേഷൻസ് കുറച്ചുകൂടി എളുപ്പമാണ്. ജനറൽ ആയിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ ആ നൾ ഹൈപ്പോത്തിസിസ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് ആദ്യം ഡിസൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് അവിടെ ആവറേജ് മീൻ ഈക്വൽ ആണെന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. നൾ ഹൈപ്പോത്തിസിസ് H0 എന്ന് പറയുന്നത്. അപ്പോൾ H1 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ ടേബിളിൽ നമ്മളിത് വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ കാൽക്കുലേഷനാണ് പിന്നെ നമ്മൾ അതിൻ്റെ വർക്കിംഗ്സ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഇതിലെ സോഴ്സ് ഓഫ് വാരിയേഷൻ, സം ഓഫ് സ്ക്വയേഴ്സ്, ഡിഗ്രി ഓഫ് ഫ്രീഡം, മീൻ സ്ക്വയർ അങ്ങനെ 4 കോളങ്ങൾ ഇട്ടിട്ട് അതിൽ ബിറ്റ്വീൻ ദ സാമ്പിൾസും വിത്തിൻ ദ സാമ്പിൾസും 2 രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സാമ്പിൾസ് തമ്മിലുള്ള കാൽക്കുലേഷനും സാമ്പിൾസിൻ്റെ ഉള്ളിൽ നിന്നുള്ള അതിൻ്റെ വാല്യൂസിൻ്റെ കാൽക്കുലേഷനാണ് വരുന്നത്. അപ്പോൾ സാമ്പിളുകൾ എന്ന് പറയുന്നത് ഇത് ഓരോ സാമ്പിളുകളാണ്. ആ സാമ്പിളുകളുടെ കാൽക്കുലേഷനും സാമ്പിളിൻ്റെ ഉള്ളിലുള്ള ഡാറ്റയിൽ വെച്ച് കാൽക്കുലേഷൻ ചെയ്യുന്നു. അപ്പോൾ അതിൽ SSC, SSE, SST, അതുപോലെ K-1, N-K, N-1, മീൻ സ്ക്വയർ എന്ന് പറയുന്നത് MSC, MSE. ഇതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ എഫിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള റേഷ്യോ ആണ്. MSC ഡിവൈഡ് ബൈ MSE ഓർ MSE ഡിവൈഡ് ബൈ MSE. ഇതിൻ്റെ ഹയർ വാല്യൂ ലോവർ വാല്യൂ അനുസരിച്ച് നമ്മൾ അതിൻ്റെ ഫോർമുല റേഷ്യോ ആക്കി എഴുതണം. ഈ റേഷ്യോ വെച്ചിട്ടുള്ള വാല്യൂവിനെയാണ് കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എല്ലാ ടെസ്റ്റിനും അത് പാരാമെട്രിക് ടെസ്റ്റിലെ സെറ്റ് ടെസ്റ്റ് ആയാലും ടി ടെസ്റ്റ് ആയാലും എഫ് ടെസ്റ്റ് ആയാലും നമ്മളതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ സെയിം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എഫ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ കിട്ടും. ദെൻ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് K-1, N-K. നമ്മൾ സെറ്റ് ടെസ്റ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റി ആണ്. ടി ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എപ്പോഴും N-1 ആയിട്ടാണ് എടുക്കുക. അപ്പോൾ ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് K-1, N-K. ഈ 2 വാല്യൂവിൻ്റെയും നമ്മൾ കൂടി ചേർന്ന റോ കോളം ബേസിലുള്ള വാല്യൂ ടേബിളിൽ നിന്ന് എടുക്കുന്നതാണ് ഇത്. അതിൽ പ്രത്യേകിച്ച്
എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ടേബിളിലാണ് നമ്മൾ അതിൻ്റെ ടേബിൾ വാല്യൂ എടുക്കേണ്ടത്. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എടുക്കേണ്ടത്. ആ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് താഴെ നമ്മൾ എഴുതിയിട്ടുണ്ട് K-1 N-K എന്നുള്ള രണ്ട് വാല്യൂ റോയും കോളം ബേസ് ചെയ്തിട്ട് വരുന്ന ഇൻ്റർസെക്ട് ചെയ്യുന്ന വാല്യൂവിനെ ടേബിൾ വാല്യൂ ആയിട്ട് എടുക്കുന്നു. വീണ്ടും നേരത്തെ പറഞ്ഞ മേക്ക് ഡിസിഷൻ ടു ആക്സെപ്റ്റ് ഓർ റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ് എന്നുള്ള സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ഈ റേഷ്യോ തമ്മിലുള്ള വാല്യൂ, അതാണ് കാൽക്കുലേറ്റഡ് വാല്യൂ. ടേബിൾ വാല്യൂവിനേക്കാൾ ലെസ് ആണെങ്കിൽ അവിടെ നമ്മുടെ അസംഷൻ എന്താണോ, മാനുഫാക്ചററുടെ ക്ലെയിംസ് അസംഷൻ എന്താണോ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ അസംഷൻ എന്താണോ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതർവൈസ് റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ ഇവിടെ നമുക്ക് അതിനെ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഒറ്റ ക്രൈറ്റീരിയ ബേസിലായിരിക്കും. അപ്പോൾ സി എന്ന് ഉദ്ദേശിക്കുന്നത് കോളത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്, കോളം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോളം വൈസ് ട്രീറ്റ്മെൻറ്റ്, അപ്പോൾ വെറൈറ്റീസ് ഓഫ് ട്രീറ്റ്മെൻറ്റിലെ വ്യതിയാനം അനുസരിച്ച് അവിടെ പ്ലോട്ട് ഓഫ് ലാൻഡിൽ നിന്ന് കിട്ടുന്ന ആവറേജ് ഈൽഡ് വ്യത്യാസമുണ്ടോ ഇല്ലേ, ഈക്വൽ ആണോ അല്ലേ എന്നതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കോളം ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ SSC കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പിൽ SST ടോട്ടൽ കിട്ടി കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാലാണ് SSE കിട്ടുന്നത്. ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ MSSE കിട്ടും. അതുപോലെ ഇതിനോട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ MSE കിട്ടും. ഇതിൻ്റെ ഈ രണ്ട് റേഷ്യോ ആണ് എഫ് റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ടേബിൾ വാല്യൂ തമ്മിലുള്ള ആ ന്യൂമറിക്കലി ലെസ് ദാൻ ആണോ മോർ ദാൻ ആണോ. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ നേരത്തെ പറയുന്ന അത് ടെസ്റ്റ് ക്രൈറ്റീരിയ തന്നെയാണ്, ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് ക്രൈറ്റീരിയ തന്നെയാണ്. ഇഫ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ വി ആക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്, അതർവൈസ് റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്. ഇതാണ് ഫൈനലി അതിനെ കൺക്ലൂഡ് ചെയ്യുന്ന പോയിന്റ്. MANOJ എന്ന് പറയുന്നത് എഫ് ടെസ്റ്റ് എന്നുള്ള പാരാമെട്രിക് ടെസ്റ്റിലെ എഫ് ടെസ്റ്റിൻ്റെ ആപ്ലിക്കേഷനാണ് അനാലിസിസ് ഓഫ് വേരിയൻസ്. എക്സാമിനെ സംബന്ധിച്ച് മിക്കവാറും എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ഷുവർ എസ് എന്ന രീതിയിൽ സാധാരണ പറയാറുള്ളതാണ് അനാലിസിസ് ഓഫ് വേരിയൻസ്. PG ലെവലിലായാലും അനാലിസിസ് ഓഫ് വേരിയൻസ് തന്നെയാണ്. പക്ഷേ അതിൽ 1 വേ അനാലിസിസും ഉണ്ട്, 2 വേ അനാലിസിസും ഉണ്ട്. അവിടെ 2 വേ അനാലിസിസ് ആകുമ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻസ് കുറച്ചും കൂടി കൂടുതലുണ്ട്. ടേബിളിൻ്റെ കുറച്ചും കൂടി അടുത്തൊരു സ്റ്റെപ്പും കൂടി ടേബിളിൽ വരും. അപ്പോൾ കാരണം റോയും കോളവും ബേസ് ചെയ്യുമ്പോൾ അവിടെ കോളത്തിനെ ബേസ് ചെയ്തിട്ടും റോയിനെ, അപ്പോൾ ഇവിടെ നിന്ന് വരിച്ച് SSR വരും, ഇവിടെ MSR വരും. അപ്പോൾ റോയും കോളും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും കൂടി ഇതിൽ വരുന്നു. 2 വേ അനാലിസിസ് ഓഫ് വേരിയൻസ്. ഇവിടെ ബികോ ലെവലിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് 1 വേ അനാലിസിസ് മാത്രം ഫോക്കസ് ചെയ്യാം. കോളം ബേസിൽ മാത്രമേ അതിന് ട്രീറ്റ്മെൻറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ടേബിൾ ആദ്യം ഒന്ന് ഫോർമാറ്റ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ദെൻ ആ ഫോർമാറ്റിനെ ബേസ് ചെയ്തിട്ട് കാൽക്കുലേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ എളുപ്പമായി. ഇതാണ് അനാലിസിസ് ഓഫ് വേരിയൻസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അവസാനത്തെ സെഷനിലേക്ക് കിടക്കുകയാണ്. അതായത് 5ാമത്തെ മോഡ്യൂളിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് നോൺ പാരാമെട്രിക് ടെസ്റ്റാണ്. Chi-square ടെസ്റ്റ് എന്ന് പറയുന്നതാണ്. ഇവിടെ നമുക്ക് BCom ലെവലിൽ നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ Chi-square ടെസ്റ്റ് മാത്രമാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ Chi-square ടെസ്റ്റ് SA ക്വസ്റ്റ്യൻ തന്നെയാണ്. Chi-square ടെസ്റ്റിനെ സംബന്ധിച്ച് നമുക്കൊരു പ്രോബ്ലം ചിലപ്പോൾ പ്രതീക്ഷിക്കാം. Chi-square ടെസ്റ്റ് എന്താണ്, ഏതിനൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ യൂസസ് പ്രധാനമായിട്ടും ഓർത്ത് വയ്ക്കുക. യൂസ്ഫുൾ ഫോർ ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ Chi-square ടെസ്റ്റിൽ നമ്മൾ സാധാരണയായിട്ട് നോൺ പാരാമെട്രിക് എന്ന് പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്സിലെ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ മീനോ സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊന്നും യൂസ് ചെയ്യാതെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി, ഈ രണ്ട് ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ അതിനെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേയർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ ഒബ്സർവ് ചെയ്തിട്ട് ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അതിനാണ് ഒബ്സർവ്ഡ് ഡാറ്റ അല്ലെങ്കിൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിൽ നിന്നും നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടെത്തുന്നു. ആ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഒബ്സർവ്ഡ് ഫ്രീക്വൻസി തമ്മിലുള്ള ഡിഫറൻസസ് ആണ് ശരിക്കും പറഞ്ഞാൽ Chi-square ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഒബ്സർവ്ഡ് ഡാറ്റയും എക്സ്പെക്റ്റഡ് ഡാറ്റയും തമ്മിൽ വല്ല വേരിയൻസ് ഉണ്ടോ, ഫ്ലക്ച്വേഷൻസ് ഉണ്ടോ, അത് സെയിം ആണോ എന്നുള്ളതാണ്, അത് ഈക്വൽ ആണോ, യൂണിഫോം ആണോ എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതാണ് ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. രണ്ടാമത്തെ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് സാധാരണ ക്വാളിറ്റേറ്റീവ് ആട്രിബ്യൂട്ട്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സ്മോക്കേഴ്സ്, നോൺ സ്മോക്കേഴ്സ്, ഡ്രിങ്കേഴ്സ്, നോൺ ഡ്രിങ്കേഴ്സ്, ഇവരുടെ എന്തെങ്കിലും ഹാബിറ്റിൽ എന്തെങ്കിലും ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുക. അതുപോലെ വാക്സിനേഷൻ, നോൺ വാക്സിനേഷൻ, അതുപോലെ ഡയഗ്നോസിസ്, നോൺ ഡയഗ്നോസിസ്, ഇതിൻ്റെയൊക്കെ ആട്രിബ്യൂട്ട്സ് തരുമ്പോൾ ആ ആട്രിബ്യൂട്ട്സ് തമ്മിൽ എന്തെങ്കിലും അതിൻ്റെ ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് Chi-square ടെസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഹോമോജിനിറ്റി, ടെസ്റ്റ് ഓഫ് ഹോമോജിനിറ്റി എന്ന് വെച്ചാൽ ഡാറ്റ തന്നിരിക്കുന്നത് ഏതെങ്കിലും ഐഡൻറ്റിക്കലാണോ, ഹോമോജിനിറ്റി എന്ന് വെച്ചാൽ ഒരേപോലെയാണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈക്വാലിറ്റി അല്ലെങ്കിൽ ഹോമോജിനിറ്റി അല്ലെങ്കിൽ അതിൻ്റെ യൂണിഫോം എന്നുള്ള ടെസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് Chi-square ടെസ്റ്റാണ്. നാലാമത്തെ പോപ്പുലേഷൻ വേരിയൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത് Chi-square ടെസ്റ്റാണ്. ഇതിൽ ആദ്യത്തെ മൂന്നെണ്ണമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നാലാമത്തെ പോപ്പുലേഷൻ വേരിയൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ പോപ്പുലേഷൻ്റെ വേരിയൻസ് ക്വസ്റ്റ്യൻ തന്നിട്ട് അവിടെ ഒബ്സർവ്ഡ് ആയിട്ടുള്ള വേരിയൻസ് തന്നിട്ടുണ്ടാവും. അതിൻ്റെ എക്സ്പെക്റ്റഡ് വേരിയൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് നമ്മൾ ടെസ്റ്റിന് ചെയ്യുന്നതാണ് ഇവിടെ നാലാമത്തെ കേസ് വരുന്നത്. അപ്പോൾ Chi-square ടെസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രധാനപ്പെട്ട 4 സിറ്റുവേഷൻസ് ആണ് ഇതാണ്: ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്, ടെസ്റ്റ് ഓഫ് ഹോമോജിനിറ്റി, ടെസ്റ്റ് ഓഫ് ഗിവൺ പോപ്പുലേഷൻ വേരിയൻസ്.
അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തിനെയാണോ ടെസ്റ്റ് ചെയ്യുന്നത് അത് നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ്. ടെസ്റ്റ് ക്രൈറ്റീരിയ, ടെസ്റ്റ് പ്രൊസീജിയർ വീണ്ടും മാറുന്നില്ല. നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആയാലും അവിടെയും ടെസ്റ്റ് പ്രൊസീജിയർ സെയിം തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത് നൾ ഹൈപ്പോത്തിസിസ് എന്താണ്, അതിൻ്റെ ഗുഡ്നസ് ഓഫ് ഫിറ്റ് എന്നാണെങ്കിൽ നമ്മൾ അവിടെ എഴുതുക ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ആൻഡ് എക്സ്പെക്റ്റഡ് ഡാറ്റ എന്നുള്ളത് നൾ ഹൈപ്പോത്തിസിസ് ആയിട്ട് എടുക്കുന്നു. ദെൻ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് അവിടെ ഡിഫറൻസ് ഉണ്ട്, നോട്ട് ഈക്വൽ എന്നുള്ള രീതിയിൽ എടുക്കും. ഇൻഡിപെൻഡൻസ് ആകുമ്പോൾ നമ്മൾ അവിടെയും അസ്യൂം ചെയ്യുന്നത് ദ ആട്രിബ്യൂട്ട്സ് ഒബ്സർവ്ഡ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഡാറ്റ ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുക. അതുപോലെ ഹോമോജിനിറ്റി അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ആണ് എന്നുള്ളത് അവിടെ H0 എന്ന് പറയുന്നത് എടുക്കുന്നത് ദ ഐറ്റംസ് ആർ ഹോമോജിനിയസ് അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ നേച്ചർ എന്നിട്ട് അസ്യൂം ചെയ്യുക. ഇതാണ് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഞാൻ അത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ടെസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇവിടെ ആട്രിബ്യൂട്ട്സ് ആയതുകൊണ്ട് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് വേറെ സെലക്ഷനോ ചോയ്സോ ഇല്ല, chi-square ടെസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. സോ അപ്ലൈ chi-square ടെസ്റ്റ്. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. chi-square എന്നുള്ള അതിൻ്റെ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫോർമുല സിഗ്മ O മൈനസ് ഇ. O എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് ഡാറ്റ, ഇ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഡാറ്റ. O മൈനസ് ഇ ഹോൾ സ്ക്വയർ ബൈ ഇ ചെയ്ത് അതിൻ്റെ സിഗ്മ ചെയ്യുന്നതാണ്. ഇത് ടേബിളായിട്ടാണ് സാധാരണ ചെയ്യുക. അപ്പോൾ ഒബ്സർവ്ഡ് ഡാറ്റ നമ്മൾ എഴുതുന്നു, എക്സ്പെക്റ്റഡ് ഡാറ്റ എഴുതുന്നു. അതുപോലെ O മൈനസ് ഇ ഹോൾ സ്ക്വയർ എന്നുള്ള ഒരു കോളം സെപ്പറേറ്റ് എഴുതുന്നു. നാലാമത്തെ കോളം O മൈനസ് ഇ ഹോൾ സ്ക്വയർ ബൈ ഇ എന്ന് എഴുതിയിട്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓരോ വാല്യൂ ചെയ്ത് അതിൻ്റെ ടോട്ടൽ ചെയ്യുന്നതാണ് chi-square ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇതിനാണ് കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ നാലാമത്തെ സ്റ്റെപ്പ് സാധാരണ പോലെ ടേബിൾ വാല്യൂ കാണുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിലെ chi-square ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളൊരു ടേബിളുണ്ട്. ആ ടേബിളിൽ chi-square വാല്യൂ നമ്മൾ അതിൻ്റെ റേഷ്യോ, അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അനുസരിച്ച് chi-square ടേബിൾ വാല്യൂ അസർട്ടൈൻ ചെയ്യുന്നു. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ അതിൻ്റെ മേക്ക് ഡിസിഷൻ ടു ആക്സെപ്റ്റ് ഓർ റിജക്ട് ദ നൾ ഹൈപ്പോത്തിസിസ്. അതിൻ്റെ ടെസ്റ്റ് ക്രൈറ്റീരിയ, ഡിസിഷൻ ക്രൈറ്റീരിയയിൽ വ്യത്യാസമൊന്നുമില്ല. ഇഫ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ന്യൂമറിക്കലി ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ വി ആക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തിസിസ്, അതർവൈസ് റിജക്ട് ദ നൾ ഹൈപ്പോത്തിസിസ്. അപ്പോൾ chi-square ക്വാണ്ടിറ്റിയിലൂടെ കിട്ടുന്ന chi-square കാൽക്കുലേറ്റഡ് വാല്യൂ chi-square ടേബിൾ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ടേബിൾ വാല്യൂവിനൊക്കെ ലെസ് ആണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നേരത്തെ നമ്മൾ എന്താണോ നൾ ഹൈപ്പോത്തിസിസ് ആയിട്ട് അസ്യൂം ചെയ്യുന്നത്, ഒന്നുകിൽ അത് ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ ദർ ഈസ് നോ ഡിഫറൻസ്, അല്ലെങ്കിൽ ഹോമോജിനിയസ് ആണ്, അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ആണ് എന്നുള്ള അസംഷൻ എന്താണോ ആ അസംഷൻ ഒന്നുകിൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഓർക്കേണ്ടത് chi-square ടെസ്റ്റിൽ നിന്നുള്ള പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് അവിടെ chi-square ടെസ്റ്റ് അപ്ലൈ ചെയ്യാമെന്ന് ചില ക്വസ്റ്റ്യൻ്റെ ഒരു അപ്ലൈ chi-square ടെസ്റ്റ് എന്നുള്ള പ്രത്യേകം സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ചില ഇത് ഇപ്പോൾ നോൺ ഡ്രിങ്കേഴ്സ്, സ്മോക്കേഴ്സ്, നോൺ സ്മോക്കേഴ്സ് എന്നൊക്കെ ഒരു ടേബിൾ വൈസ് ടു കണ്ടിജൻസി ടേബിൾ എന്നൊക്കെയാണ് പറയാം. 2 റോയും 2 കോളം വന്നിട്ട് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ 2, 3 വരാം, 2, 3 അല്ലെങ്കിൽ 3, 2 എന്ന് വെച്ചാൽ കോളത്തിൻ്റെ എണ്ണം റോയിൻ്റെ എണ്ണം തമ്മിലുള്ള സ്പെസിഫിക്കേഷനാണ് കണ്ടിജൻസി ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടേബിൾ ഫോർമാറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ടേബിൾ ഫോർമാറ്റിൽ നിന്ന് നമ്മളതിനെ ആ chi-square ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് തരുന്നത് കൊണ്ടുള്ളത് തന്നെ അത് ഗുഡ്നസ് ഓഫ് ഫിറ്റോ, ഇൻഡിപെൻഡൻസോ, ഹോമോജിനിയസോ, ഐഡൻറ്റിക്കലോ ഒക്കെ ആയിട്ടാണ് അതിന് നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് എടുക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കാം. അവിടെ മീനോ SDO, അതുപോലെ പോപ്പുലേഷൻ SDO, മീൻ സാമ്പിളിൻ്റെ SDO, പോപ്പുലേഷൻ വാരിയൻസോ, പോപ്പുലേഷൻ്റെ ആവറേജോ, സാമ്പിളിൻ്റെ ആവറേജോ ഒന്നും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ തന്നെ മനസ്സിലാക്കാം പാരാമെട്രിക് ടെസ്റ്റ് അല്ല, നോൺ പാരാമെട്രിക് ടെസ്റ്റാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ chi-square ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഡിസിഷൻസ് ലാസ്റ്റ് ടേബിൾ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് എടുക്കും. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഒരു പ്രോബ്ലമാണ്. എസ് എ ക്വസ്റ്റ്യനൊക്കെ വരികയാണെങ്കിൽ ഏറ്റവും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു 15 മാർക്കിൻ്റെ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് ശരിക്കും അതിൻ്റെ ഒബ്സർവ്ഡ് ഡാറ്റ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഉള്ളത്. എക്സ്പെക്റ്റഡ് ഡാറ്റ നമ്മൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ നമ്മൾ ആ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് നമുക്ക് നൾ ഹൈപ്പോത്തിസിസിനെ ആക്സെപ്റ്റ് ചെയ്യണം, റിജക്റ്റ് ചെയ്യണം. ഇതൊക്കെയാണ് മൊത്തം പാരാമെട്രിക് ടെസ്റ്റിനെ സംബന്ധിച്ചും നോൺ പാരാമെട്രിക് ടെസ്റ്റിനെ സംബന്ധിച്ചും ഉള്ള 5ാമത്തെ മോഡ്യൂളിൽ കവർ ചെയ്യും. ഓക്കെ.